മലയാള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ശക്തമായ സംഘടനയായ അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലഹങ്ങൾക്കും തകർച്ചയ്ക്കുമാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. സംഘടനയുടെ 30 വർഷത്തിലേറെ നീണ്ട ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള നാടകീയ രംഗങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ചേരിതിരിവുകൾ, ഒടുവിൽ ഭരണസമിതിയുടെ കൂട്ടരാജിയും പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള പടിയിറക്കവും മലയാള സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ പുരുഷാധിപത്യത്തിന്റെ പ്രബല കോട്ടയെ നിലകൊണ്ടിരുന്ന അമ്മയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു വന്നത് വലിയൊരു വിപ്ലവമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. നടിമാരെ ആക്രമിച്ച സംഭവം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവ സൃഷ്ടിച്ച കനത്ത ആഘാതങ്ങളിൽ നിന്നും സംഘടനയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2025 ഓഗസ്റ്റ് 15-ന് ശ്വേതാ മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും അടങ്ങുന്ന വനിതാ നേതൃത്വം തിരഞ്ഞെടുക്കപ്പെട്ടത്. വനിതാ സുരക്ഷയും സുതാര്യതയും ഉറപ്പു നൽകിയ അധികാരമേറ്റ ഈ സമിതിക്ക് എന്നാൽ ഒരു വർഷം പോലും തികയ്ക്കാൻ കഴിഞ്ഞില്ല. 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് 17-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നാടകീയമായി രാജിവെക്കേണ്ടി വന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചതായി പ്രഖ്യാപിച്ചു. തനിക്കൊരു വ്യക്തിത്വം ഉണ്ടെന്നും ഒരു പാവയായി തുടർന്ന് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നുമുള്ള ശ്വേതയുടെ വാക്കുകൾ സംഘടനയ്ക്കുള്ളിലെ പുരുഷാധിപത്യപരമായ സമ്മർദ്ദങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൊച്ചി കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗമാണ് എല്ലാ പൊട്ടിത്തെറികൾക്കും വേദിയായത്. യോഗത്തിന്റെ തുടക്കം മുതൽ തന്നെ ഭരണസമിതിക്കെതിരെ ഒരു വിഭാഗം മുതിർന്ന നടന്മാർ രംഗത്ത് വന്നിരുന്നു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലും വരവ് ചെലവ് കണക്കുകളിലും വൻ പിഴവുകളുണ്ടെന്ന് ആരോപിക്കപ്പെട്ടു. നടന്മാരായ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ തുടങ്ങിയവർ റിപ്പോർട്ടിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തി. ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പാസ്സാക്കാൻ അനുവദിക്കില്ലെന്ന് ഇവർ കടുത്ത നിലപാടെടുത്തു. ചർച്ചകൾ കനത്തതോടെ ഭരണസമിതിക്കെതിരെ ഒരു വിഭാഗം അംഗങ്ങൾ ഔദ്യോഗികമായി അവിശ്വാസ പ്രമേയവും കൊണ്ടുവന്നു. ഈ നീക്കങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ശ്വേതാ മേനോൻ വേദിയിൽ കയറി തന്റെ രാജി പ്രഖ്യാപിച്ചത്. തന്നെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും തന്നെ BJP-കാരെയോ കോൺഗ്രസുകാരെയോ ആക്കാൻ സംഘടനയ്ക്കുള്ളിൽ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും ശ്വേത തുറന്നടിച്ചു. തുടർന്ന് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശ്വേതയെ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അനുനയിപ്പിച്ച് തിരികെ എത്തിച്ചെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ അതിരുകടന്നതോടെ അവിശ്വാസ വോട്ടെടുപ്പിലേക്ക് കടക്കാതെ ഭരണസമിതി ഒന്നടങ്കം രാജി സമർപ്പിക്കുകയായിരുന്നു. യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ശ്വേതാ മേനോൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. കൃത്യമായ അജണ്ടകൾ വെച്ച് വനിതാ ഭരണസമിതിയെ പുറത്താക്കാനാണ് ഒരു വലിയ വിഭാഗം ശ്രമിച്ചതെന്ന് ശ്വേത ആരോപിച്ചു. സംഘടന ഇപ്പോൾ വീണ്ടും കുറ്റാരോപിതരുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. പാവകളായി നിൽക്കുന്നവർക്ക് മാത്രമേ ഇനി അമ്മയെ നയിക്കാൻ കഴിയൂ. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ കെണിയാണ്. പല അണിയറ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിടും, ശ്വേതാ മേനോൻ വ്യക്തമാക്കുകയുണ്ടായി. സാമ്പത്തിക കാര്യങ്ങളിലും കടുത്ത ക്രമക്കേടുകൾ നടന്നതായി ശ്വേത സൂചന നൽകി. മുമ്പ് ബാബുരാജ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കാലത്തെ കണക്കുകളിൽ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സെപ്റ്റംബർ 1 മുതലുള്ള എല്ലാ കണക്കുകളും തന്റെ പക്കൽ ഭദ്രമായിട്ടുണ്ടെന്നും ശ്വേത വെളിപ്പെടുത്തി. ഇത് വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്നതും ഉറപ്പാണ്. ഭാരവാഹികൾ തമ്മിലുള്ള വ്യക്തിപരമായ തർക്കങ്ങളും പലപ്പോഴും തെരുവിലേക്കും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും നീണ്ടത് ജനറൽ ബോഡിയിൽ കടുത്ത വിമർശനങ്ങൾക്കും വഴിവെച്ചു. ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന നടി ഹൻസിബ ഹസൻ നേരത്തെ തന്നെ പദവി ഒഴിഞ്ഞിരുന്നു. യോഗത്തിൽ വെച്ച് ഹൻസിബ ഉന്നയിച്ച കാര്യങ്ങൾ സംഘടനയിലെ മറ്റംഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. കമ്മിറ്റി അംഗങ്ങളായ ടിനി ടോം, ലക്ഷ്മിപ്രിയ എന്നിവരിൽ നിന്ന് തനിക്ക് വലിയ അപമാനവും മാനസിക പീഡനവും ഉണ്ടായെന്ന് ഹൻസിബ ആരോപിച്ചു. എന്നാൽ ഹൻസിബ സംഘടനയെ തകർക്കാൻ ബോധപൂർവം പരസ്യ പ്രസ്താവനകൾ നടത്തുന്നുവെന്നതായിരുന്നു മറുവിഭാഗത്തിന്റെ ആക്ഷേപം. സംഘടനയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മാധ്യമങ്ങളോടും പൊതുവേദികളിലും സംസാരിച്ചതിന് ടിനി ടോം, ജോയ് മാത്യു, ലക്ഷ്മിപ്രിയ എന്നിവർക്ക് ഭരണസമിതി കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. ഇത് ഇവർക്കിടയിലുള്ള ശത്രുത വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മധ്യപാർട്ടിയും സംഘടനയ്ക്കായി പുതിയ വേദി കണ്ടെത്തൽ ലക്ഷ്യങ്ങൾ ദൂർത്തടിച്ചതുമെല്ലാം നേതൃത്വത്തിന്റെ വലിയ പരാജയമായി പ്രതിപക്ഷ വിഭാഗം യോഗത്തിൽ ഉയർത്തിക്കാട്ടി. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരായ മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖ താരങ്ങളും വലിയൊരു യുവനിരയും ഈ നിർണായക ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു എന്നതും ശ്രദ്ധേയമാണ്. സംഘടനയ്ക്കുള്ളിലെ ചെളിവാരി എറിയലുകളിൽ മനം മടുത്താണ് പലരും വരാതിരുന്നതെന്നും കരുതപ്പെടുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ സംഘടനയെ ദീർഘനാൾ നയിച്ച മോഹൻലാൽ മാത്രമാണ് മുൻനിര താരങ്ങളിൽ പങ്കെടുത്ത ഏക വ്യക്തി. സംഘടന തകർച്ചയുടെ വക്കിലെത്തിയ ഈ സാഹചര്യത്തിലും കാര്യങ്ങൾ ശാന്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ഭിന്നതകൾ പരിഹരിക്കാനാകാത്ത വിധം രൂക്ഷമായിരുന്നു. നിലവിലെ 17-അംഗ ഭരണസമിതി പൂർണ്ണമായും ഒഴിഞ്ഞ സാഹചര്യത്തിൽ അമ്മയുടെ ദൈനംദിന പ്രവർത്തനങ്ങളും കൈനീട്ടം പോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും തടസ്സപ്പെടാതിരിക്കാൻ ഒരു താൽക്കാലിക
കമ്മിറ്റി രൂപീകരിക്കാൻ ജനറൽ ബോഡി തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ഭാരവാഹികളെ കണ്ടെത്താനുള്ള പൊതു തിരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും. എന്നിരുന്നാലും ഈ കൂട്ടരാജി മലയാള സിനിമയിൽ വലിയൊരു കറയായി അവശേഷിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മാറിയ ചിന്താഗതികളോടെ വന്ന വനിതാ ഭരണ സമിതിയെ കൃത്യമായ അജണ്ടകളിലൂടെയും പവർ ഗ്രൂപ്പുകളുടെ കളികളിലൂടെയും പുകച്ച് പുറത്താക്കിയെന്ന ആക്ഷേപം പൊതുസമൂഹത്തിൽ ശക്തമാണ്. സിനിമയിലെ ലിംഗസമത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്കും വരും ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു.